നമ്മൾ ഒരിക്കൽ കൂടി എറണാകുളം കലൂരിലേക്ക് പോവുകയാണ്. സ്റ്റേഡിയം ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയ പ്രശ്നം കുറെ കൂടി സങ്കീർണമാവുകയാണ്. അവിടെ പോലീസ് എത്തിയിട്ടുണ്ട്, നാട്ടുകാരും അവിടെ കൂടുതൽ എത്തുന്നുണ്ട്. പോലീസുമായി അവർ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികൾ, അവിടെ MLA ഉമാ തോമസ് ഉണ്ട്, അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ, പുതിയ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരത്തിന് നീക്കം നടക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് രണ്ടര മണിക്കൂർ നിങ്ങൾ ഒരു പോലീസ് ആരെങ്കിലും വാട്ടർ നിങ്ങൾ പോലീസുകാരെ ഒരു പോലീസുകാർ അല്ല. ഞാൻ ഇത്ര നേരം ഈ മഴയത്ത് വണ്ടിയാണല്ലോ വണ്ടിയാണല്ല. അല്ല 2 മണിക്കൂർ ഇവിടെ നിന്നപ്പോ ഒരാളുകൾ വന്നില്ല. 2 മണിക്കൂറ് ഉത്തരപ്പെട്ട ആൾക്കാർ വരട്ടെ. അപ്പുറത്തെ വഴി കൂടെ വിടുന്നില്ല. ഇത്ര ആൾക്കാരെ ബുദ്ധിമുട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അരമണിക്കൂർ നിർമ്മാണ സമയത്ത് അതിലെ കൂടി വിട്ടല്ല വണ്ടിയല്ല അപ്പുറത്തെ സൈഡിൽ കൂടെ. അവിടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായി ജനപ്രതിനിധികളും നാട്ടുകാരും സംസാരിക്കുകയാണ്. പോലീസ് എത്താൻ വൈകി എന്നൊക്കെ നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് അവരുടെ പ്രതിഷേധം. പോലീസ് ഈ റോഡ് ഗതാഗതം വേറൊരു വഴിയിലൂടെ ഗതാഗതം തിരിച്ചുവിടുന്നതിൻ്റെ സാധ്യതയൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ആ കലൂരിലെ സ്റ്റേഡിയം റോഡിലൂടെയുള്ള അവിടെ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. ഗതാഗതം ദുഷ്കരമായിട്ടുണ്ട്. വാഹനങ്ങൾ വളരെ സാവധാനമേ ആ റോഡിലൂടെ നീങ്ങുന്നുള്ളൂ. പ്രശ്നപരിഹാരത്തിന് ഇനിയും ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് ജനപ്രതിനിധികൾ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടർ എത്താമെന്ന് അരമണിക്കൂറായി പറയുന്നു, പക്ഷേ ഇതുവരെ കളക്ടർ വന്നിട്ടില്ലെന്ന് ഉമാ തോമസ് MLA പ്രതികരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നാട്ടുകാർ കൂടുതൽ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ രാത്രി അവർ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ അതിലേക്ക് നീങ്ങുന്ന എന്തെങ്കിലും ഒരു സമീപനം അവിടെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നില്ല. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും അക്കാര്യത്തിൽ അവർക്കും കാര്യമായ റോളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശ്രീലക്ഷ്മി തുടരുന്നുണ്ട് അവിടെ നിന്ന്. ശ്രീലക്ഷ്മി, എന്താണ് ഈ ജനപ്രതിനിധികൾ പോലീസിനോട് പറയുന്നത്? പോലീസ് എത്താൻ വൈകി എന്നാണോ? കളക്ടർ എത്തിയും എന്നറിയിച്ചെങ്കിലും ഇതുവരെ കളക്ടർ അവിടേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഇപ്പോൾ ഈ 1 മണിക്കൂറോളം ഇവിടെ പ്രതിഷേധം നടക്കുന്നു. എന്നാൽ ഇത്രയും നേരമായിട്ടും കളക്ടർ ഇതുവരെയുമായിട്ടും വന്നിട്ടില്ല. അത് പോലീസ് ഇത്ര വലിയ പ്രതിഷേധമായിട്ടും പോലീസ് ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ നടക്കുന്നത്. ആംബുലൻസുകൾ വന്നിട്ട് പോലും കടത്തിവിടാൻ സാധിക്കുന്നില്ല. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. വേറൊരു സ്ഥലത്തൂടെ ഗതാഗതം മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസും അതുപോലെ തന്നെ ജനപ്രതിനിധികളും തമ്മിലൊരു വാക്കേറ്റം വരെ ഇവിടെ ഉണ്ടായി. കാരണം ഇത്രയും നേരമായിട്ടും ഇവിടെ ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും പോലീസ് വരാൻ താമസിച്ചതും വലിയൊരു പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. ഉമാ തോമസ് കളക്ടറെ വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പോലും കളക്ടർ ഇതുവരെയുമായിട്ടും ഈ ഒരു പ്രദേശത്ത് വന്നിട്ടില്ല. കാരണം ഇവിടെ ഇത്രയും വലിയൊരു ഗതാഗത കുരുക്കുണ്ടായിട്ട് പോലും കളക്ടർ ഇത്രയും സമയമായിട്ടും ഈ ഒരു പ്രദേശത്ത് എത്തിയിട്ടില്ല. അത് പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എത്രമാത്രം പ്രതിഷേധം അല്ലെങ്കിൽ എത്രമാത്രം ഒരു വലിയൊരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. കാരണം എറണാകുളത്തെ ജനങ്ങൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള ക്ഷാമം. ഈ കുടിവെള്ളം പല തവണകളായിട്ട് തന്നെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം ഇല്ലാതാവുകയും മാസങ്ങളും ആഴ്ചകളുമായി കുടിവെള്ളം ലഭിക്കാതാവുകയും ചെയ്യുന്ന നിരവധി തവണ ഇവിടുത്തെ ജനങ്ങൾ ഇത് പ്രതിഷേധത്തിന് വരെ കാരണമായിട്ടുണ്ട്. കാരണം വെള്ളത്തിന് വേണ്ടി പൈസ മുടക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. നമ്മളിവിടെ ആളുകളോട് സംസാരിച്ചപ്പോൾ ആളുകൾ പ്രധാനമായും പറഞ്ഞത് 3-4 ദിവസമായി ഇപ്പോൾ കുടിവെള്ളം കിട്ടാതായിട്ട് പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ വെള്ളം വാങ്ങുന്നതെന്ന്.
മെട്രോയുടെ പണി നടക്കുന്ന കാലം മുതൽ തന്നെ ഇവിടെ പല പ്രദേശങ്ങളിലായിട്ട് തന്നെ ഈ പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. ഈ പൈപ്പുകൾ പൊട്ടുന്ന ആ ഒരു അവസ്ഥ വരുമ്പോഴും ഇവിടെ KMRLോ മറ്റ് അധികൃതരോ ഒന്നും തന്നെ ഒരു നടപടിയും ശരി ശ്രീലക്ഷ്മി, എന്തായാലും കളക്ടർ അവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കളക്ടർ എത്തി എന്തെങ്കിലും പരിഹാരം ഈ രാത്രിയിൽ തന്നെ നിർദ്ദേശിക്കും എന്ന് കരുതാം. അവിടെ ജനങ്ങൾ 4-5 ദിവസമായി കുടിവെള്ളം പണം മുടക്കി വാങ്ങുന്ന അവസ്ഥയുണ്ട്. അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.